അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഷിപ്പിൽ കയറേണ്ടത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് ജാക്കറ്റ് എല്ലാം ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. കപ്പലിൻ്റെ ഏകദേശം അടുത്തെത്തി, 500 മീറ്ററിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ കപ്പലാണ് കാണുന്നത് ഞങ്ങൾക്ക് പോകേണ്ടത്. അതിൽ ഉള്ള ക്രൂ എല്ലാം ഇന്ത്യക്കാരാണെന്ന് പറയുന്നത്. ഒരാൾ മാത്രമാണ് മ്യാൻമാറുള്ളത്. അപ്പോൾ കപ്പലിന് ഏകദേശം 190 മീറ്ററോളം നീളമുണ്ട്. ഇത് ഗോതമ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. യമനിലേക്കാണ് പോകുന്നത്. യമൻ സലീഫ് പോർട്ട് എന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവർ ഞങ്ങളെ ഇതിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ലാഡർ ഇട്ടിട്ടുണ്ട്. ലാഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറ് കൊണ്ട് ഉണ്ടാക്കിയ ഏണി, അത് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കയറുന്നത് എങ്ങനെ നോക്കാം. കയറുന്നത് ഭയങ്കര ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. വളരെ എക്സ്പീരിയൻസുള്ള ആൾക്കാർക്ക് മാത്രമേ കയറാൻ കഴിയുള്ളതിൽ. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ, ഫസ്റ്റത്തെ ആൾ കോഴിക്കോടിലെ ആളാണ് കയറുന്നത്. എൻ്റെ കൂടെ വന്ന ആളുണ്ട്, അദ്ദേഹമാണ് രണ്ടാമത് കയറേണ്ടത്. അവസാനം ഞാനാണ് കയറുന്നത്. അപ്പോൾ അദ്ദേഹം കയറുന്നത് ഞാൻ നോക്കാം. അയ്യോ, അദ്ദേഹം വീഴാൻ പോയ പോലെ തോന്നി. അവിടെ വളരെ എക്സ്പീരിയൻസുമാണ്. ഇതിന് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ബോട്ടിൻ്റെയും കപ്പലിൻ്റെ ഇടയിലിട്ട് വീണാൽ പണി കഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അതാണ് മെയിൻ. അടുത്തത് കയറേണ്ടത് ഞാനാണ്. ടീം ലീഡറാണ് ലാസ്റ്റ് കയറേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കയറുന്നതിന് വേണ്ടി എനിക്ക് ലാഡർ വീണ്ടും ഇട്ടുതന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് നോക്കണം, അത് ബോട്ടും ഷിപ്പ് എവിടെയാണെന്ന് നോക്കണം. അതിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് കയറാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കയറാൻ കഴിഞ്ഞു. അപ്പോൾ മുകളിൽ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ്. ലഗേജ് എല്ലാം കയറ്റേണ്ടത് പിന്നീടാണ്. അപ്പോൾ ലഗേജ് എല്ലാം കയറ്റി നമ്മൾ റൂമിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആളെ റൂം കണ്ട് ലഗേജൊക്കെ വെച്ചു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കൂടെ വന്ന 2 ആൾക്കാർ, ഒരാൾ ഫുൾ ടയർഡാണ്. എന്താ പ്രവീണ, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ഷിപ്പ് കയറിയപ്പോൾ? അത് നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര. പിന്നെ ലഗേജൊക്കെ അവരെടുത്തൊക്കെ സഹായിച്ചില്ലേ? ഇനി അടുത്ത പരിപാടി എന്താണ് നമ്മളത്? അപ്പോൾ നമ്മളെ തോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കൂടുന്ന വെടിയുണ്ടകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ക്യാപ്റ്റനിൽ പോയി റിപ്പോർട്ട് ചെയ്യും. പിന്നെ അതിന് മുമ്പ് നമുക്ക് ഈ കപ്പൽ കയറിയതിന് മുമ്പ് കയറിയതിന് ശേഷം നമുക്കൊരു കാര്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സേഫ്റ്റി അല്ലേ. അപ്പോൾ സേഫ്റ്റിനെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ ആക്കണേ സേഫ്റ്റിൻ്റെ സാധനം. എങ്ങനെ വെസൽ ഓടുന്നില്ല, ഡ്രിഫ്റ്റിങ്ങിലാണ്. അത് കിടന്ന് റൗണ്ട് അടിക്കുകയാണ്. ഇപ്പോൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവരെ ക്രൂ ചേഞ്ചിങ് ആണ്. അവരെ ക്രൂ കംപ്ലീറ്റ് ചേഞ്ച് ആവാണ്. അപ്പോൾ എല്ലാ ക്രൂവും ഇന്ത്യൻസാണ്. അവരിപ്പം എത്തുന്നെന്ന് പറഞ്ഞത്. ഫ്ലൈറ്റ് ഇറങ്ങിക്കാണും, ബോട്ടിൽ കൊണ്ടുവരിക കൊളംബോയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും അവർ. അപ്പോൾ ഇന്ന് രാത്രി ഫുള്ള് ഇവിടെ കിടക്കാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ. അതാണ് അവർ നമുക്ക് 5 മണിയാണ് തന്നത്. നമ്മളതിൽ വിചാരിച്ചു 5 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ 3 മണിക്ക് ഇതിനകത്ത് കൊണ്ട് കയറ്റി. ഇത് കിടക്കുന്നുണ്ടോ ശ്രീലങ്ക? കിടക്കുന്നു, കര കടന്നു അവിടെ. നമ്മളെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത്. ഇതൊന്ന് പറഞ്ഞാൽ എന്തൊക്കെയല്ലേ അതിന് എന്തൊക്കെയല്ലെന്ന് പറഞ്ഞിട്ടേക്ക്. അതിലൊരു വിസിലുണ്ട്. പിന്നെ കപ്പൽ അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു വിസിലുണ്ട്, ഇത് വിളിക്കല്ലേ. പിന്നെ ഒരു ലൈറ്റ് ഉണ്ട്,
ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് നെക്കി പിടിച്ചാൽ വെള്ളത്തിൽ മുക്കിയാലേ തരത്തില്ല. വെള്ളത്തിൽ വീണോ? വെള്ളത്തിൽ സെൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എമിർഷൻ സൂട്ട് എന്ന് പറയും. എമിർഷൻ സൂട്ട് എന്ന് പറയും. തണുപ്പിനെ അതിജീവിക്കാനുള്ള അല്ലേ, കടൽ വെള്ളത്തിൽ വീണാല് തണുപ്പിനെ അതിജീവിക്കാൻ പോലെയല്ല, കരയിൽ വെക്കുന്ന പോലെയല്ല, വെള്ളത്തിൽ ഫുള്ള് തണുപ്പായിരിക്കും. അപ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചറിൽ നിന്ന് തരണം ചെയ്യാനാണ് ഈ എമിർഷൻ സൂട്ട് എന്ന് പറഞ്ഞ സാധനം സംഭവം. അത് എടുക്കുന്നില്ല, എടുത്തു കഴിഞ്ഞാൽ പാക്ക് ചെയ്യാൻ പണിയാണ്. അപ്പോൾ അതിൻ്റെ ഇതുപോലെയാണ് സംഭവം. ഇതാണ് സംഭവം. ഇത് നമ്മുടെ ലൈഫ് ജാക്കറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ സേഫ്റ്റി ഇതിലുള്ളത്. ബാക്കിയെല്ലാം പടച്ചോൻ്റെ അജിലാണ്. ഇത് എൻ്റെ റൂമാണ്, ക്യാബിനാണിത്. അപ്പോൾ എൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഏടപ്പതിൽ സെറ്റപ്പിൽ. ചെറിയൊരു വെസലാണ്. ഇതിലത്തെ ക്രൂ എല്ലാം ഇന്ത്യക്കാരാണ്. ക്യാപ്റ്റൻ ഹിന്ദിക്കാരനാണ്. മുംബൈ വസൈലിലെ ആളാണ്. ആൾ നല്ല ആളാണ് കരുതുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വെയിറ്റ് ആൻഡ് സീ. ഓക്കെ.